അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് മണ്ടയാണ് ഉണ്ടാക്കുന്നത്. കാണാനൊരു സമൂസൻ്റെ ഷേപ്പൊക്കെ ആണെങ്കിലും ഇതൊരു സ്വീറ്റ് ഫില്ലിങ് വരുന്ന സ്നാക്കാണ്. 2-3 മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. പണ്ടൊക്കെ വീടുകളിൽ കല്യാണങ്ങളോ അതുപോലത്തെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കി വെക്കുന്ന അപ്പങ്ങൾ കൂട്ടങ്ങളിൽ മെയിനായിട്ടുള്ളൊരു ഐറ്റം തന്നെയായിരുന്നു അത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ നൊസ്റ്റാൾജിക് സ്നാക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ബിസ്മില്ല. നമുക്ക് ആദ്യം തന്നെ മണ്ടൻ്റെ തോലിനുള്ള, അതായത് പുറമേ ഉള്ളൊരു കവറിങ് ഉണ്ടല്ലോ, അതിനുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ അതൊരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അമർത്തി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് റവ വറുത്തെടുക്കണം. അപ്പോൾ ഞാനിത് 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വറുക്കാത്ത റവ ആണ്. ഇനിയിപ്പോൾ വറുത്ത റവ ആണെങ്കിലും ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കുക. ഇതിൻ്റെ കളറൊന്നും മാറ്റിയെടുക്കണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ അതാ ഒരു 15 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. റവൊക്കെ നല്ല മണൽത്തരികൾ പോലെ നല്ല തരിതരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇനി ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ അത് 1/4 കപ്പിലാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അത് 1/4 കപ്പ് നിറച്ചില്ല, അതൊന്നും 1 ടേബിൾ സ്പൂൺ കുറവാണ്. നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളി നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഈ ചുവന്നുള്ളിൻ്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തട്ടോ. ഇനി ഈ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുക, പക്ഷേ നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ഇതാ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള റവയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ നട്ട്സൊക്കെ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കട്ടോ. പക്ഷേ സാധാരണ നമ്മൾ കിസ്മിസും ഈ പൊരിച്ച ഉള്ളിയാണ് ചേർത്ത് കൊടുക്കൽ. ഇതിനെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മണ്ടയ്ക്കുള്ള തോലൊക്കെ അങ്ങോട്ട് പരത്തിയെടുക്കാം. അപ്പോൾ അതാ നമ്മളെ മാവൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. നമ്മൾ ഏത് സൈസിലാണോ മണ്ട ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. ഇനി ഇതാ കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല നൈസാക്കിയിട്ട് പരത്തിയെടുക്കുകയാണ്. നല്ല നൈസാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. വലിയ ഷേപ്പില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എന്നാലും അത്യാവശ്യം ഷേപ്പിൽ തന്നെ നല്ല നൈസാക്കിയിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ആ പത്തിരിപ്പരൻ്റെ ഡിസൈൻ വരെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്കും നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമുക്ക് കുറച്ച് പണിയുള്ളത്. പക്ഷേ ഇങ്ങനെ നല്ലോണം പരത്തിയെടുത്താൽ തന്നെ നമ്മൾ ആ മണ്ട കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതിനെ നല്ല ചൂടായിട്ടുള്ള പാനിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അതായത് ഒന്ന് ചൂടായി തിരിച്ചും മറിച്ചിട്ട് കളറ് മാറി വരുമ്പോൾ തന്നെ നമുക്ക് പാനൊന്ന് മാറ്റാം. പിന്നെ ഈ വാട്ടിയെടുക്കുന്ന തോലൊക്കെ നമ്മൾ ചൂടാറാത്ത പാത്രത്തിൽ തന്നെ, അതായത് കാസറോളിൽ തന്നെ മൂടി വെക്കണം. അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും, പിന്നെ ഇത് മടക്കിയെടുക്കാൻ പറ്റില്ല, പൊട്ടിപ്പോവുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്ര പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 1.5 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് എനിക്ക് കുറച്ച് മധുരം കൂടുതൽ തന്നെയാണ്. ഞാൻ ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ 1 കപ്പ് ചേർത്തപ്പോൾ കുറച്ച് മധുരം കുറവായിട്ട് തോന്നി. അപ്പോൾ ഒരു 1.5 കപ്പ് എടുത്തായിരുന്നു, പക്ഷേ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഒരു 1.25 കപ്പ് മധുരം ശരിയായിരിക്കും എന്ന് വിചാരിക്കണം. അത് പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല, പൊടിക്കാത്ത സാധാരണ പഞ്ചസാര ആണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതാ 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കണതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം കേട്ടോ. ഇനി നമുക്ക് ഓരോ മണ്ടയും എങ്ങനെയാണ് ഈ ഫില്ലിങ് നിറച്ചിട്ട് മടക്കിയെടുക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് ഞാനിത് കുറച്ച് മൈദയും വെള്ളം കൂടെ ചേർത്ത് ഒരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മണ്ടൻ്റെ തൊലി ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ ഒരു തോലെടുത്തിട്ട് നമുക്ക് നടു കട്ട് ചെയ്തിട്ട് 2 ആക്കി എടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് 2 മണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതാ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്കിങ്ങനെ നന്നായിട്ട് മൈദൻ്റെ പേസ്റ്റ് തേച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലൊരു കോൺ ഷേപ്പാക്കിയിട്ട് മടക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കോർണർ വരുന്നുണ്ടല്ലോ, അത് നന്നായിട്ട് ജോയിൻ്റ് ആയി കിട്ടണം, ഇല്ലെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ കയറും.
അപ്പോൾ ഇതാ നമുക്ക് 2 കൊമ്പുള്ളൊരു കോൺ കിട്ടിയിട്ടുണ്ട്. ഇത് സിമ്പിളാണ്, നിങ്ങൾ മടക്കി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള നമ്മൾ ആ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അമർത്തി നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ മേലത്തെ പീസിനും കൂടെ നമ്മൾ മൈദൻ്റെ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർണറൊന്നും ഗ്യാപ്പ് വരാത്ത രീതിയിൽ നല്ലപോലെ ക്ലോസ് ചെയ്തെടുക്കാം. ഇതൊന്ന് വലിച്ചിട്ട് ക്ലോസ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ നല്ല ഗ്യാപ്പില്ലാത്ത രീതിയിൽ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ചെറിയ സൈസിലുള്ള മണ്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു തോലിങ്ങനെ ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 4 പീസായിട്ട് കിട്ടും. ഇനി ഇതൊരു പീസ് എടുത്തിട്ട് ഈ ഒരറ്റത്ത് ഇങ്ങനെ മൈദൻ്റെ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് മടക്കി ഇങ്ങനെ കോണാക്കി എടുക്കുക. നമ്മൾ സാധാരണ സമൂസൊക്കെ മടക്കിയെടുക്കല്ലോ അതേപോലെ തന്നെയാണ്. എന്നിട്ട് ഇതാ നമ്മൾ ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് അമർത്തി കൊടുത്ത് ഇതാ മേലത്തെ പീസിനും മൈദൻ്റെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ അങ്ങോട്ട് മടക്കിയെടുക്കാം. സാധാരണ സമൂസൻ്റെ അതേ ഷേപ്പിൽ തന്നെ. അങ്ങനെ നമ്മളിതാ കുറച്ച് വലിയ മണ്ടയും ചെറിയ മണ്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ മണ്ട എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും സൈസ് ഉണ്ടാവും കേട്ടോ, പക്ഷേ ചെറിയ സൈസിലുള്ളത് തന്നെയാണ് കഴിക്കാൻ ടേസ്റ്റ്. ഇനി ഇതൊക്കെ നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചീനച്ചട്ടിയിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ഒരു മീഡിയം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ മണ്ട ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. ഓയിൽ അധികം ചൂടാവരുത്, എന്നാൽ വല്ലാതെ ചൂട് കുറഞ്ഞും പോകരുത്. കുറേ സമയം ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കരുത്. പൊരിച്ചെടുക്കുന്ന കാര്യത്തിലും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കുറേ അധികം സമയം നമ്മളിതിട്ട് പൊരിച്ചെടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് പിന്നെ ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. പിന്നെ എണ്ണേൻ്റെ ചൂട് വല്ലാതെ കൂടുതലാണെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് കളർ മാറുകയും ചെയ്യും, ക്രിസ്പി ആയി കിട്ടുമില്ല. പിന്നെ ഉള്ളിൽ തരി തരി ആയിട്ട് തന്നെ ഉണ്ടാവും, അത് കട്ടിയായിട്ടും ഉണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് കട്ടിയായി കിട്ടണം, അല്ലാതെ നമ്മൾ കഴിക്കുമ്പോൾ ആ തരി ഇങ്ങനെ താഴെ പോവുള്ളൂ. അപ്പോൾ അതാ നമ്മളെ മണ്ടൊക്കെ അതാ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മളെ മണ്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്ത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക, അല്ലാതെ നമ്മൾ ഫില്ല് ചെയ്ത് അതേപോലെ തരി തരി ആയിട്ടല്ല ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.